ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ ഡോക്ടർ ലൈറ്റ്. നമ്മുടെ ഗെയിമിലേക്ക് മാജിക് സ്റ്റോർ എന്നാണ് അപ്ഡേറ്റ് ആവുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഇവന്റ്സ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് എല്ലാം നമ്മൾ നോക്കുന്നത്. അതായത് ഇരിക്കൊന്നിലേക്ക് ചെയ്ത് സ്ക്രീൻ വെച്ചേട്ടോ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുവാണ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു ബാഗിൻ്റെ നല്ലൊരു റോയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇത് മെയിനായിട്ട് വരാൻ പോകുന്ന ബാഗും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. സോ എന്തായാലും നല്ല രീതിക്ക് കൊള്ളാം. ഇത് ഇറക്കി വെച്ച് വന്നിട്ടാണ് എനിക്ക് തോന്നുന്നു. സോ ഒരു ലക്കി ലോവർ വഴി ഈ ബാഗിൻ്റെ കുറച്ച് സ്കിൻ, ഒരു 3 സ്കിൻ എങ്ങാണ്ട് വിടുന്നുണ്ട്. ഗൈസ് ഇതൊക്കെ നേരത്തെ വന്നിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ബാഗിന് വേണ്ടി തനിയായിട്ടൊരു ലക്കി ലോവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനകത്താണോ ഇത് റിട്ടേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു ബാഗിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. സോ എന്തായാലും ഇച്ചിരി കാണാൻ ക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് വേറെ സ്കിന്നൂടെ ഈ ഒരു സ്കിന്നൂടെ വരുന്നുണ്ട്. സോ ഈ 3 എണ്ണം കൂടിയാണ് റിട്ടേൺ വരാൻ പോകുന്നത്. ഒരു ലക്കി ലോവർ വഴി വരാം. സോ ഒരു 50% ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരിച്ച് വരാൻ. എന്നാലും തിരിച്ച് നമ്മുടെ ഗെയിമിലോട്ട് തന്നെ റിട്ടേൺ വരുന്നുണ്ട്. പക്ഷേ ഏത് ഇവൻറ്റ് വരുമെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തേക്ക് പറയുന്നത് വെച്ചാൽ ഈ ലക്കി ലോവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ 3 ബാഗായിട്ട് റിട്ടേൺ വിടാമെന്നാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഇവൻറ്റ് പെൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം അല്ല കേട്ടോ. സോ അടുത്ത നോക്കുക നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ഇവൻറ്റിൽ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ 2 ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ട്രാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആനിമേഷൻ നടക്കുന്ന ജസ്റ്റിൻ ബൈബർ എന്ന് പറയുന്ന ഈ ഒരു ആനിമേഷൻ ആയിക്കോട്ടോ നമുക്ക് വരാൻ പോകുന്നത് സ്റ്റെപ്പ് അപ്പ് ഇവൻറ്റിൽ. സോ ഏറെക്കുറെ 50-60% മാത്രമേ ഉള്ളൂ കൺഫേം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോക്കോ സ്റ്റോറിൽ വരുമോ സ്റ്റെപ്പ് അപ്പ് ഇവൻറ്റ് വരുമെന്ന് പലർക്കും സംശയമാണ്. കൂടുതൽ ലീക്കേഴ്സ് പറയുന്നത് വെച്ചാൽ സ്റ്റെപ്പ് അപ്പിൽ വരാനാണ് ഏറെക്കുറെ 100% ചാൻസും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് നോക്കാം മോക്കോ സ്റ്റോറിൽ വരുമോ അതോ സ്റ്റെപ്പ് അപ്പിൽ വരുമെന്ന്. സോ ഈ ഒരു ആനിമേഷനാണ് ജസ്റ്റിൻ ബൈബർ എന്ന് പറഞ്ഞ ഈ ഒരു ആനിമേഷൻ തന്നെ റാപ്പ് എന്ന് പറയുന്ന ഒരു ആനിമേഷനാണ് വരാൻ പോകുന്നത്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ ജസ്റ്റിൻ ബൈബർ എന്ന് പറയുന്ന ഈ ഒരു ആനിമേഷനാണ്. എനിക്കത് ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്തേട്ടോ. സോ അതാണ് ഈ ഒരു ആനിമേഷൻ ആയിക്കോട്ടെ നമ്മുടെ ഗെയിമിലേക്ക് സ്റ്റെപ്പ് അപ്പിലോ മോക്കോ സ്റ്റോറിൽ വരാൻ ചാൻസ് ഉള്ളത്. എന്തായാലും റിട്ടേൺ വരും. അത് ഏതിൽ വരുമെന്ന് പറയാൻ. സോ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്തായാലും കമൻറ്റ് ചെയ്തേട്ടോ, മറക്കല്ലേ. ഗൈസ് അടുത്ത് നോക്കുവാണ് നമ്മുടെ ഈറ്റാനസർക്ക് ഏറെക്കുറെ കൺഫേം ആണ്. അടുത്ത സെർവറിൽ വന്നിട്ടുള്ളതാണ്. സോ ഈ ഒരു ഇമോട്ട് റോയലാണ് കേട്ടോ. സോ ഈറ്റാനസർക്ക് നമുക്ക് ഈ ഒരു ഇമോട്ട് റോയലും കാര്യങ്ങളൊക്കെ വരാൻ 100% ചാൻസും കാര്യങ്ങളൊക്കെ കൺഫേം ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെർവറിൽ വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ സെർവറിൽ ഇത് വരും. സോ അവിടെ വന്നിട്ടുള്ള ആ ഒരു ഇമോട്ട് തന്നെ ആയിരിക്കും ഏറെക്കുറെ നമുക്കും വരുന്നത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ജസ്റ്റിൻ ബൈബർ എന്ന് പറഞ്ഞ ഈ ഒരു ഇമോട്ടും സോ അതൊക്കെ ഇതിൻ്റെ മണ്ണിൽ ഇങ്ങനെ കറങ്ങുന്ന ഈ ഒരു ഇമോട്ട് വരുന്നുണ്ട് കേട്ടോ. സോ ഡയമണ്ടൊക്കെ ജൈറ്റാൻസൊക്കെ പൊട്ടിക്ക് ഇരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഇമോട്ട്സ് റാവലും കാര്യങ്ങളൊക്കെ സ്കിൻ ചെയ്ത് നോക്കുക. ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി. സോ ഈ ഒരു ജസ്റ്റിൻ ബൈബർ എന്ന് പറഞ്ഞ ആ ഒരു ഇമോട്ട് കണക്കിന് മോൺ വാക്ക് ചെയ്യുന്ന ഈ ഒരു ഇമോട്ട്. സോ അതിനൊക്കെ തന്നെ ബുള്ളറ്റ് ഓടിക്കുന്ന മറ്റേ പാട്ടുണ്ടല്ലോ, അതിനകത്ത് വരുന്ന ആ ഒരു ഇമോട്ടുകളൊക്കെ ഒരു ഇമോട്ട് ഉണ്ട് കേട്ടോ. സോ ഇത്ര ഇമോട്ടായിരിക്കും ആ ഒരു ഇമോട്ട് റോയൽ വരാൻ പോകുന്നത്. സോ 800 കേക്ക് കിട്ടും അത് വരാൻ പോകുന്നത്. ഈ ഒരു ഇവൻറ്റ് ഇപ്പോഴത്തേക്കും ഒരു 85-90% കൺഫേം ആണ് കേട്ടോ. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാൻ വരുമോ ഇല്ലയോ എന്ന്. ഓക്കെ ഗൈസ് അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത നമ്മുടെ ഗെയിമിലേക്ക് ഒരു റിംഗ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. സോ ഏറെക്കുറെ 85% ഒരു ചാൻസ് ആണ് ഈ ഒരു റിംഗ് ഇവൻറ്റ് കേട്ടോ. സോ എൻ്റെ മെയിനായിട്ട് വരാൻ പോകുന്നത് തണ്ടർ ബണ്ടിലാണ്. സോ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടൊരു ബണ്ടിൽ കൂടെയാണ് ഈ ഒരു ബണ്ടിൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ റിട്ടേൺ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഇത് റിംഗ് ഇവൻറ്റിലായിരിക്കും കേട്ടോ വരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ പ്രൊഫൈൽ ആനിമേഷൻ വരുന്നുണ്ട്, ഒരു ഗ്ലോവിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. സോ ഒരു ബാഗിൻ്റെ സ്കിന്നും വരുന്നുണ്ട് കേട്ടോ. ഇത്ര സാധനങ്ങളാണ് ഈ ഒരു റിംഗ് ഇവൻറ്റിലും കാര്യങ്ങളൊക്കെ റിട്ടേൺ വിടാൻ പോകുന്നത്. സോ എന്തായിരിക്കും ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം അല്ല. ഈ ഒരു പ്രൊഫൈൽ ആനിമേഷൻ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ആ ഒരു റിംഗ് ഇവൻറ്റിൽ വരാൻ പോകുന്നത്. സോ എന്തായാലും നല്ല രീതിക്കുള്ള പ്രൊഫൈൽ ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ്. സോ എന്തായാലും കൊള്ളാം. സോ അതിനൊക്കെ തന്നെ ഗ്ലോവിൻ്റെ സ്കിന്ന് വരുന്നത് കേട്ടോ. സോ ഈ ഗ്ലോവിൻ്റെ സ്കിന്നിൽ എല്ലാവരും വെച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ കുറേ പേരുടെ കയ്യിലുണ്ട്. സോ കുറേ പേരെ കണ്ടിട്ടുണ്ട്. സോ ഇത് റിട്ടേൺ വരുവാണെങ്കിൽ അവർക്കൊക്കെ വിഷമാവും ചിലപ്പം. സോ കുറേ പേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എന്തായാലും ഇല്ല കേട്ടോ. നിങ്ങളെല്ലാം അവിടെ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തായാലും ഇതും അതിൻ്റെ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ബാക്ക് പാക്ക് എല്ലാവരും ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ കുറേ പേരായി കാണും. സോ ഇല്ലാത്തവർക്ക് ഇപ്പോൾ എന്തായാലും ഇത് ഡയമണ്ട് കൊടുത്താലേ കിട്ടത്തുള്ളൂ. സോ കുറേ പേർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. സോ അതുകൊണ്ട് തന്നെ കുറേ പേരുടെ അക്കൗണ്ടിൽ ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. സോ മെയിനായിട്ട് ഒരു തണ്ടർ ബണ്ടിലാണ് വരാൻ പോകുന്നത്. ഈ ഒരു ഡേറ്റ് എന്നായിരിക്കും ഫിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ ആണെങ്കിൽ മന്ത് വേണമെങ്കിൽ പറയാം. സോ ഒരു സെപ്റ്റംബർ ആഗസ്റ്റ് ആ ഒരു മന്തിലായിരിക്കും ഈ ഒരു റിംഗ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ ഒരു 85% ചാൻസ് ഉണ്ട് കേട്ടോ. സോ 85% ചാൻസ് ആണ് ഞാൻ വീണ്ടും പറയുന്നത്. സോ നമുക്ക് നോക്കാം കേട്ടോ ഒന്ന് വരുന്നു. സോ ഗൈസ് അതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് അടുത്തായിട്ട് ഫ്ലാഗ് ഇമോട്ട്സിന് വേണ്ടി ഒരു റോക്കി ലവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ FFWC എന്ന് പറയുന്ന ഇവൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. സോ അതിൽ വരാൻ പോകുന്നൊരു ഫ്ലാഗ് ഇമോട്ടാണ് കേട്ടോ ഈ ഒരു ഇമോട്ട്. സോ ഇതിൻ്റെ കൂടെ തന്നെ കുറേ ഫ്ലാഗ് ഇമോട്ട് ഇങ്ങനെ ലക്കി ലവറായിട്ട് വിടാൻ ചാൻസ് ഉണ്ട്. സോ മെയിനായിട്ട് വരുന്ന ഈ ഒരു FFWCയുടെ ഈ ഒരു ഫ്ലാഗ് ഇമോട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ നമ്മുടെ പൈററ്റ്സിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ ഫ്ലാഗ് ഇമോട്ട്, അതും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അത് വരുന്നതിൻ്റെ കാര്യം കുറച്ച് കമ്മിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ റിട്ടേൺ വിട്ടിട്ടില്ല. സോ അത് റിട്ടേൺ വിടുമോയെന്ന് അറിയത്തില്ല. സോ എന്തായാലും ഈ ഒരു ഫ്ലാഗ് ഇമോട്ട് വരും എന്നുള്ളത് 100% കൺഫേമും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. സോ അതിൻ്റെ കൂടെ തന്നെ ഒരു ലക്കി ലോവറും കാര്യങ്ങളൊക്കെ ഇതുവരെ വന്നിട്ടുള്ള ഫ്ലാഗ് ഇമോട്ട് എല്ലാം വെച്ചിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ എന്താണെന്ന് നോക്കാം. സോ മറ്റേത് വരുന്ന കാര്യം കുറച്ച് സംശയമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ റിട്ടേൺ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീനെ മനസ്സ് വിചാരിച്ചാൽ വരും. സോ എല്ലാ ഫ്ലാഗ് ഇമോട്ടും കൂടി വന്നു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും കേട്ടോ കാണാനൊക്കെ. സോ സ്പിൻ ചെയ്താലും നൈസ് ആയിരിക്കും, കുറേ ഡയമണ്ടും. സോ എന്തായാലും നമുക്ക് അടുത്ത് തന്നെ നോക്കാം കേട്ടോ. ഓക്കെ നമ്മുടെ ഗെയിമിലേക്ക് അടുത്തായിട്ടൊരു വെബ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതൊരു ഡിസ്കൗണ്ട് ഇവൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് ഗ്രൂപ്പ് ഡിസ്കൗണ്ട് ഇവൻറ്റും കാര്യങ്ങളൊക്കെ. സോ ഇത് അടുത്ത മന്തിലല്ല ഈ ഒരു ഇടയ്ക്ക് തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരാനുള്ളതാണ്. സോ ഇതിനകത്ത് മെയിൻ ബണ്ടിൽ എന്ന് വെച്ചാൽ ഈ ഒരു മെയിൽ ബണ്ടിലാണ് കേട്ടോ. സോ എന്തായാലും കാണാൻ കൊള്ളാം.
കോളേജ് സ്റ്റൈലിസ്റ്റ് ബണ്ടിലാണ് ഈ ഒരു ബണ്ടിലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. സോ അത്യാവശ്യം കൊള്ളാം, വലിയ ഇതൊന്നും ഇല്ല. എന്തായാലും കൊള്ളാം ഗൈസ്. സോ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീമെയിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. സോ സ്കാർ ബുക്ക് ബണ്ടിലാണ് ഈ ഒരു ബണ്ടിലിൻ്റെ പേര്. സോ അതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. സോ എനിക്ക് മെയിൽ ബണ്ടിലെക്കാട്ടി ഇച്ചിരി കൂടി തെറ്റായിട്ട് തോന്നുന്നൊരു ഫീമെയിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ ഇത് രണ്ടുമാണ് ആ ഒരു ഡിസ്കൗണ്ടിലോട്ട് വരാൻ പോകുന്ന ഇവൻറ്റും മെയിനായിട്ട് റിവാർഡ്സും കാര്യങ്ങളൊക്കെ. അത് കൂടെ നോക്കിക്കൊണ്ട് പാനിൻ്റെ സ്കിന്ന് വരുന്നത് കേട്ടോ. അതുതന്നെ ഗ്ലൂവിൻ്റെ സ്കിന്നും വരുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ഡിസ്കൗണ്ടിലും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഗൈസ് അതിൻ്റെ ഡേറ്റ് അടുത്ത മാസം എന്നൊക്കെ പറഞ്ഞു. അടുത്ത മാസം ഒന്നുമല്ല, ഈ ഒരു മാസം 22-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി. സോ 25-ാം തീയതിക്കുള്ളിൽ വരും കേട്ടോ. സോ ഇതാണ് അതിൻ്റെ കൺഫേം ഡേറ്റും കാര്യങ്ങളൊക്കെ. കൺഫേം അല്ല, 22-ാം തീയതി 25-ാം തീയതിക്ക് മുമ്പ് എന്തായാലും വരും കേട്ടോ. ഗൈസ് അടുത്തായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ഒരു മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടോ വരുന്നത്. സോ അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഇതായിരിക്കും. സോ ഈ രണ്ട് ബണ്ടിൽ ഏത് മിസ്റ്ററി ഷോപ്പ് വന്നാലും ഈ ഒരു ബണ്ടിലായിരിക്കും വരുന്നത്. സോ ഇത് ഏറെക്കുറെ കൺഫേം ആണ് കേട്ടോ. ഏറെക്കുറെ 85% കൺഫേം കാര്യങ്ങളൊക്കെയാണ്. ഈ മിസ്റ്ററി ഷോപ്പിൻ്റെ അല്ല, ഒരു ബണ്ടിൽ ഷോട്ട് ഏത് മിസ്റ്ററി ഷോപ്പ് ഉള്ള ഇത് തന്നെ ആയിരിക്കും. സോ അതിന് വരാൻ പോകുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. സോ ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സർവറിലോട്ട് വരുമെന്ന് പറയുന്നുണ്ട്. സോ എന്തോന്ന് അറിയത്തില്ല, ഞാൻ കൺഫേം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം കേട്ടോ. ഗൈസ് നമ്മുടെ മെയിനായിട്ടുള്ള മാച്ചിലോട്ട് പോകാം. നമ്മുടെ മാജിക് സ്റ്റോർ അപ്ഡേറ്റിൽ എന്തൊക്കെ നല്ല ബണ്ടിൽസ് ആയിരിക്കും വരാൻ പോകുന്നതൊക്കെ നോക്കാം. സോ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഷോട്ട് ബണ്ടിൽ എന്ന് പറയുന്നൊരു ബണ്ടിൽ വരുന്നുണ്ടോ. ബ്ലഡ് ഷോട്ട് സീനിയർ എന്ന് പറയുന്ന ഈ ഒരു ബണ്ടിലാണ്. ഇത് വരാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ തന്നെ ഈ ഒരു ബണ്ടിൽ, അതൊക്കെ തന്നെ ഇതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിലാണ് കേട്ടോ. ഈ ഒരു ബണ്ടിൽ ഇത് രണ്ടും വരാനും ചാൻസ് ഉണ്ട്. സോ ഇതിപ്പോൾ നമ്മുടെ മാജിക് ക്യൂബിൽ കിടപ്പുണ്ട്. സോ അതൊക്കെ തന്നെ ഇതാണ് അതിനകത്ത് ഇവിടെ നല്ലൊരു ബണ്ടിൽ. ഇത് വരാൻ ഏറെക്കുറെ ചാൻസ് ഉണ്ട്. സോ ഒരു 80% ഞാൻ പറയുന്നു. അതൊക്കെ തന്നെ അതിൻ്റെ ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട് കേട്ടോ. ബ്ലഡ് ഷോട്ട് ജൂനിയർ ബണ്ടിലാണ് ഈ ഒരു ഫീമെയിൽ ബണ്ടിൻ്റെ പേര്. സോ ഇത്രയും ബണ്ടിലാണ് പോസിബിളും കാര്യങ്ങളൊക്കെ. അതൊക്കെ തന്നെ ജോക്കർ ബണ്ടിൽ കിടപ്പുണ്ട്. സോ ജോക്കർ ബണ്ടിൽ ഇട്ട് വരാൻ ചാൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഈ റയർ ലിസ്റ്റ് ഇടുമെന്നൊരു ചെറിയ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ജോക്കർ ബണ്ടിൽ വന്ന സെറ്റായിരിക്കും. കുറേ നാളായി ഇങ്ങനെ മാജിക് ക്യൂബിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് പണ്ടെങ്ങാണ്ടായിരുന്നു. സോ ഇനി വന്ന സെറ്റായിരിക്കും. സോ ഇത്രയും ബണ്ടിൽസും കാര്യങ്ങളൊക്കെയാണ് വരാൻ ചാൻസ്. അതുകൊണ്ട് ഈ ഒരു ടെഡി ബണ്ടിലുണ്ടല്ലോ, ഈ ഒരു ടെഡി ബണ്ടിൽ അതിൻ്റെ ഫീമെയിലും കൂടി വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ കൊടുത്തിട്ട് വലിയ കാര്യമില്ല. ഇത് രണ്ടും ഓൾറെഡി ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അത് കൂടാതെ പല റെക്കോർഡിലും കാണും. സോ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ആ ഒരു ബ്ലഡ് ഷൂട്ടിൻ്റെ ജൂനിയർ സീനിയർ ആ ഒരു ബണ്ടിലുള്ള സെറ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് ഇച്ചിരി വെറൈറ്റിയാണ്, എല്ലാവരുടെ കയ്യിലൊന്നും ഇല്ല. സോ അത് വന്ന സെറ്റ് ആയിരിക്കും കേട്ടോ. സോ അതൊക്കെ ഡോക്ടർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബണ്ടിൽ വരുന്നുണ്ട്. സോ ഇതല്ലാതെ വേറെ വലുതായിട്ടൊന്നുമില്ല. ഇത്ര ഞാൻ കാണിച്ച ഇത്രയാണ് ഇച്ചിരി റയറായിട്ട് നമ്മുടെ ഇതിനകത്ത് വരാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് ആ ഒരു ഗ്രീൻ രണ്ടെണ്ണം ഉണ്ടല്ലോ, അത് ഓൾറെഡി നമ്മുടെ മാജിക് ക്യൂബിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. സോ ഇതിൽ നല്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. സോ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ ബട്ടൺ ആളിലിട്ട് വെച്ചേട്ടോ. ഓക്കെ, അതൊക്കെ തന്നെ നിങ്ങൾക്ക് അടുത്ത മാജിക് ക്യൂബ്, അതൊക്കെ തന്നെ ലക്കി ലോയർ, സോ അതൊക്കെ തന്നെ അടുത്ത മിസ്റ്ററി ഷോപ്പ് എന്തൊക്കെയാണ് അങ്ങനത്തുള്ള എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടാൽ ഞാൻ അപ്പോൾ വീഡിയോ ചെയ്യുന്നതായിക്കോട്ടോ. സോ ആൾ ബട്ടണിലിട്ട് വെച്ചേക്കാം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണാം.